നമസ്കാരം. ഭാഷകളുടെയോ ദേശത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ ലോകം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ജനപ്രിയനായ കായിക താരം ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരേ ഉള്ളൂ, ലിയോണൽ മെസ്സി. ഈ അർജന്റീനിയൻ താരത്തെ ഇഷ്ടപ്പെടാത്തതായി ആരെങ്കിലും ലോകത്തുണ്ടാവാൻ സാധ്യത കുറവാണ്. മെസ്സിയോടെ ഏറ്റുമുട്ടുന്ന എതിരാളികൾക്ക് പോലും ആ കാൽപാദത്തിൽ ഒന്ന് സ്പർശിക്കുമ്പോൾ ആവേശവും ഊർജവും ഇരട്ടിയാകാതിരിക്കില്ല. ഒരു മനുഷ്യജന്മത്തിന് എത്തപ്പെടാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ പദവിയിലാണ് വാസ്തവത്തിൽ മെസ്സി എത്തിയത്. ലോകത്ത് മറ്റാർക്കും അത്രയും വലിയൊരു പദവിയിൽ എത്താൻ കഴിയില്ല. നോക്കൂ, 39-ാമത്തെ വയസ്സിൽ 6ാമത്തെ ലോകകപ്പിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ. അയാൾ ആ ലോകകപ്പിലെ ആദ്യത്തെ കളിക്കിറങ്ങുമ്പോൾ അയാളുടെ മാന്ത്രിക ബൂട്ടുകൾ ചലിപ്പിച്ചത് 3 ഗോളുകൾ. അത് ഈ ലോകകപ്പിലെ ആദ്യത്തെ ഹാട്രിക്കിന് പിറവി നൽകിയിരിക്കുന്നു മെസ്സി എന്ന വിസ്മയ താരം. 17, 60, 76 മിനിറ്റുകളിലായിരുന്നു ലോകം കാത്തിരുന്ന ഈ ഹാട്രിക്ക് പൂർത്തിയായത്. കളി പൂർത്തിയാകുന്നതിന് മുൻപ് ഇഞ്ചുറി വരാതിരിക്കാൻ തിരിച്ചു വിളിച്ചു മെസ്സി എന്ന വൈഡൂര്യ രത്നത്തെ. കിക്ക് ഓഫ് തുടങ്ങിയപ്പോൾ തന്നെ ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ മെസ്സി എന്ന വിസ്മയത്തിൻ്റെ മുഖത്തേക്കായിരുന്നു. അയാളുടെ കാൽ ചുവട്ടിലേക്ക് അതാ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ഒരു പന്ത് പറന്നെത്തുന്നു. ഫ്രാൻസിൻ്റെ ഇതിഹാസ താരം സിനദീൻ സിദാന്റെ മകൻ ലൂക്ക സിദാൻ അൾജീരിയയുടെ ഗോൾ കീപ്പറായി വല നിറഞ്ഞു നിൽക്കുകയാണ്. 5 മിനിറ്റ് തികയ്ക്കുന്നതിന് മുൻപ് ഇതാ ആ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് പന്ത് വല ചലിപ്പിക്കുന്നു. പക്ഷേ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് കണക്കിൽപ്പെട്ടില്ല. പക്ഷെ അത് വരാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിന് തുടക്കമായിരുന്നു, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടായിരുന്നു എന്ന് ആരാധകർക്ക് അപ്പോഴേ പിടികിട്ടി. പിന്നീടായിരുന്നു സകലരെയും ഞെട്ടിച്ചുകൊണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി 3 തവണ മെസ്സി വല ചലിപ്പിച്ചത്. 2006 കേവലം 18 വയസ്സുള്ളപ്പോൾ തുടങ്ങിയതായിരുന്നു ഈ ഇതിഹാസ താരത്തിന്റെ പോരാട്ടം. ഇന്നേ വരെ ലോകത്തൊരു താരത്തിനും 39-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി ലോകത്തിന്റെ ഹൃദയമെടുപ്പ് കൂട്ടാൻ സാധിച്ചിട്ടില്ല. 2006 3 മത്സരങ്ങളിൽ പങ്കെടുത്ത് 1 ഗോൾ നേടി അർജന്റീനയുടെ സ്വപ്നമായപ്പോൾ തന്നെ മാറഡോണ പറഞ്ഞിരുന്നു തന്റെ പിൻഗാമി എത്തിയെന്ന്. 2010 22-ാമത്തെ വയസ്സിൽ ക്യാപ്റ്റൻ എന്ന ഭീമൻ ഉത്തരവാദിത്വത്തോടെ മത്സരത്തിനിറങ്ങി ഗോളുകളില്ലാതെ മടങ്ങി. 2014 7 മത്സരങ്ങളിൽ പങ്കെടുത്ത് 4 ഗോളുകൾ നേടി 26-ാമത്തെ വയസ്സിൽ ചരിത്ര പുരുഷനായി. 2018 4 മത്സരങ്ങളിൽ പങ്കെടുത്ത് 1 ഗോളോടെ മടങ്ങുമ്പോൾ മെസ്സിക്ക് പ്രായം 30. അതോടെ മെസ്സി എന്ന കായിക താരം അവസാനിച്ചു എന്നാണ് പലരും കരുതിയത്. പക്ഷേ 2022 ലോകത്തെ ത്രസിപ്പിക്കാൻ വീണ്ടും മെസ്സി എത്തി. 34-ാമത്തെ വയസ്സിൽ 7 മത്സരങ്ങളിൽ പങ്കെടുത്ത് 7 ഗോളുകൾ നേടി ചരിത്രം കുറിച്ചാണ് മെസ്സി ലോകത്തിന് നെറുകയിലേക്ക് പറന്നുയർന്നത്. എന്നിട്ടും ബൂട്ടഴിക്കാൻ കൂട്ടാക്കാതെ മെസ്സി 39-ാമത്തെ വയസ്സിൽ അമേരിക്കയിലെത്തി ഗോൾ വല ചലിപ്പിച്ചപ്പോൾ ലോകം ആവേശം കൊണ്ട് അലറി വിളിച്ചു. മെസ്സിക്ക് പകരം മെസ്സി എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ റെക്കോർഡ് ജർമ്മനിയുടെ മാറോസ്ലോവ് ക്ലോസയുടെ പേരിലായിരുന്നു. ഇതുവരെ 16 ഗോളുകൾ. ആ 16 ഗോളിലേക്ക് ഒരൊറ്റ മത്സരത്തിലൂടെ ഉയർന്നു പൊന്തി ആ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുന്നു മെസ്സി. ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിലൂടെ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന കായിക താരമായി മെസ്സി എടുത്തുയർത്തപ്പെടും. തുടർച്ചയായി 20 വർഷം 6 ലോകകപ്പുകളിൽ മത്സരിക്കുന്ന ലോകത്തെ ഒരേ ഒരു താരമായി മാറുന്നു മെസ്സി. ഇതോടുകൂടി 6-ൽ 5 ഗോളും നേടി. അൾജീരിയയോട് ഏറ്റുമുട്ടിയതോടെ ഇന്നലെ ലോകകപ്പിൽ 11 വ്യത്യസ്ത രാജ്യങ്ങളോട് ഏറ്റുമുട്ടിയ ആദ്യത്തെ ഫുട്ബോളറായി മെസ്സി മാറുകയാണ്. അർജന്റീനൻ ജേഴ്സി അണിഞ്ഞ് 200 മത്സരങ്ങൾ തികച്ചിരിക്കുന്നു മെസ്സി. 2017 ഗിന്നസ് ബുക്കിൽ മെസ്സി ഇടം പിടിച്ചത് 91 ഗോളുകൾ നേടിയാണ്. രാജ്യത്തിന് വേണ്ടിയും വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടിയും. ആ റെക്കോർഡ് ആരും ഇതുവരെ മറികടന്നിട്ടില്ല. 33-ാം വയസ്സിൽ കളിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡാണ് 39-ാം വയസ്സിൽ കളിച്ച് മെസ്സി ഇപ്പോൾ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇനിയാണ് ലോകം ആശങ്കപ്പെടാൻ പോകുന്നത്. ഇത്രയേറെ നെഞ്ചോട് ചേർത്ത് വെച്ച ഈ മനുഷ്യനെ ഇനി മറ്റൊരു ലോകകപ്പിന് നമുക്ക് കിട്ടുമോ? 2022 നമ്മൾ ഇങ്ങനെ വിലപിച്ചെങ്കിലും 2026 മെസ്സി എന്ന അവതാരം വീണ്ടും ജന്മമെടുത്തു. 2030 നമുക്ക് 43-ാമത്തെ വയസ്സിൽ മെസ്സി കളിക്കുന്നത് കാണാൻ സാധിക്കുമോ? സാധിച്ചെന്ന് വരില്ല. ഒരു ലോകകപ്പിൽ കളിക്കാവുന്ന പരമാവധി പ്രായവും കടന്ന് മെസ്സി മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും അങ്ങനെ മോഹിക്കുന്നത് വ്യാമോഹമല്ലേ? മെസ്സി ഇല്ലെങ്കിൽ നമ്മൾ ഇനി എന്തു ചെയ്യും? മെസ്സിയെപ്പോലെ ലോകത്തെ ത്രസിപ്പിക്കാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ? എല്ലാ പ്രതീക്ഷകളും ഫ്രാൻസിൻ്റെ എംബാപ്പയുടെ പേരിലാണ്. ഈ റെക്കോർഡുകൾ തകർക്കാൻ എംബാപ്പയ്ക്ക് മാത്രമേ കഴിയൂ. കാരണം ഇന്നലെ ഫ്രാൻസ് 3 ഗോളുകൾ നേടി ജയിച്ചപ്പോൾ അതിൽ 2
എംബാപ്പയുടെ വിഹിതമായിരുന്നു. ഇതോടെ ലോകകപ്പിൽ എംബാപ്പ നേടിയ ഗോളുകളുടെ എണ്ണം 14ആയി. അതായത് മെസ്സിക്ക് തൊട്ടു പിന്നാലെ രണ്ടാമനെ നിൽക്കുന്നു. എംബാപ്പയ്ക്ക് പ്രായം 27 മാത്രമാണ്. അതെ, ഈ ലോകകപ്പ് ഉത്സവത്തോടെ നമുക്ക് മെസ്സിയെ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ആവേശത്തോടെ നെഞ്ചിലേറ്റുന്നത് എംബാപ്പയുടെ ചിത്രമായിരിക്കും. ഒരു വാൽ കഷ്ണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മെസ്സിയെ ഇഷ്ടപ്പെടാത്തതായി ലോകത്ത് ആരും ഉണ്ടാവില്ല, എതിരാളികൾ പോലുമെന്നാണല്ലോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ കഴിയില്ല. മെസ്സിയെ ഇങ്ങോട്ട് എത്തിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ ട്രീ കട്ടർ മുതലാളിമാർ നിരാശയിൽ കാത്തിരിക്കുകയായിരിക്കും. മെസ്സിയെ പിന്നെ ലോകത്തൊരിടത്തും കളിപ്പിക്കില്ല എന്ന് അവർ പണ്ട് വെല്ലുവിളിച്ചിരുന്നല്ലോ. ആ വേദന തീർക്കാൻ അവർ മരം മുറിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് പോകുമെന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്.